നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ വിവിധ OTT പ്ലാറ്റ്ഫോമുകളിൽ സ്ട്രീം ചെയ്യുന്ന 7 സിനിമകളെ കുറിച്ചാണ്. അതിലൊരു സിനിമ ഡയറക്റ്റ് OTT റിലീസായിരുന്നു. ചുരുക്കി മാത്രം ഈ സിനിമകളെക്കുറിച്ച് പറയാമെന്ന് കരുതുന്നു. ആദ്യ ചിത്രം ശ്രീജിത്ത് വിജയൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാന വേഷത്തിലെത്തിയ ഇടിയൻ ചന്തു. ആമസോൺ പ്രൈമിൽ ആദ്യം റെന്റിനായിരുന്നു വന്നത്. തിയേറ്ററിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ പോയൊരു സിനിമ. എന്നിട്ടും അത് റെന്റിനും ഞാൻ റെന്റ് ഓപ്ഷനൊക്കെ മാറിയപ്പോഴാണ് കണ്ടത്. ചെറുപ്പം മുതൽ വയലൻസ് എന്നത് ചന്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്കൂളുകൾ മാറി മാറി പുതിയൊരു സ്കൂളിലെത്തുന്നതും അവിടുത്തെ സംഭവങ്ങളുമാണ് പ്രധാനമായിട്ടും ഈ സിനിമ പറയുന്നത്. മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് വലിയ വിജയം കൈവരിച്ച അട്ടിപ്പടം എന്ന് പറയുന്നത് തീർച്ചയായും RDX ആണ്. കഥ എന്നതിനേക്കാൾ അതിൽ ഓരോ മൊമെൻറ്റും എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അത് അടിപൊട്ടാൻ പൊട്ടിക്കാൻ അടിമേടിക്കാൻ സമയമായി എന്ന് പ്രേക്ഷകന് കൂടെ തോന്നുന്ന സമയത്തുള്ള കിൻറ്റൽ അടികളാണ് ചിത്രത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം. ഞാൻ ഉദ്ദേശിച്ചത് അടിയിലേക്ക് പ്രേക്ഷകനെ കൂടെ എത്തുന്ന മൊമെൻറ്റ് കിടലിനായി ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇമോഷണലി കൂടെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ആ സിനിമയ്ക്ക് ശേഷം അടിപ്പടങ്ങൾ വന്നിട്ടുണ്ട് പിന്നെയും. പക്ഷേ ആ പഞ്ച് കിട്ടാതെ പോകുന്നത് ഇമോഷണലി നമ്മളെ ഒരു രീതിയിലും കൊണ്ടുപോകുന്നില്ല എന്നതുകൊണ്ടുകൂടിയാണ്. ഇടിയൻ ചന്തു ഈ കാര്യത്തിൽ വളരെ പ്ലെയിൻ ആയിട്ടാണ് പോകുന്നത്. പീറ്റർ ഹെയിൻ്റെ ആക്ഷൻ എന്നായിരുന്നു പരസ്യം. പീറ്റർ ഹെയിൻ ഇപ്പോൾ ഈ അവസ്ഥയിലായോ എന്ന സംശയമാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ദേവാസുരത്തിൽ ഒടൂർ ഉണ്ണികൃഷ്ണൻ്റെ കഥാപാത്രം പറയുന്ന വാക്കുകളുണ്ടല്ലോ, മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചിത്രമുണ്ട്, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന്. അത്രയും ശോകമായ ആക്ഷൻ സീനുകൾ, ചുമ്മാ ഇങ്ങനെ തല്ലുക, അത് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുക, നമ്മളെ കാണിക്കുക. പ്രകടനത്തിലൊരു രസം തോന്നിയത് ലാലു അലക്സിൻ്റെ കഥാപാത്രത്തിലാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ മൊത്തത്തിലൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ചന്തു സലികുമാറിൻ്റെ കേസിലെത്തുമ്പോൾ ഒട്ടും കൺവിൻസിംഗ് ആയി തോന്നിയില്ല. ഇടയ്ക്ക് അസഹനീയമാവുന്നുണ്ട്. കാസ്റ്റിംഗ് നോക്കിയാലും ഇംപ്രസീവായി എവിടെയും അനുഭവപ്പെട്ടില്ല. മൊത്തത്തിൽ തീർത്തും നിരാശപ്പെടുത്തിയൊരു സിനിമ. രണ്ടാമത്തേത് ഒരു തമിഴ് ചിത്രമാണ്. KG ബാലസുബ്രഹ്മണി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജീവ, പ്രിയ ഭവാനി ശങ്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ബ്ലാക്ക്. തമിഴിൽ ഹിറ്റായ ഒരു ചിത്രം കൂടിയാണ്. ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്നു. തിയേറ്റർ റിലീസായ സമയത്ത് ആദ്യ ദിവസം തന്നെ ആദ്യത്തെ ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയെങ്കിലും വേറെ ആരും ബുക്ക് ചെയ്യാത്തതിനാൽ തിയേറ്ററിൽ മിസ്സായി പോയൊരു ചിത്രം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഹൊറർ സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ കാണുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ആ ഒരു ഫീലൊക്കെ കിട്ടണമെങ്കിൽ തിയേറ്റർ തന്നെയാണ് നല്ലത്. അപ്പോൾ ബ്ലാക്ക് എന്ന സിനിമയിലേക്ക് 2013 റിലീസായ കൊഹറൻസ് എന്ന സിനിമയുടെ അഡാപ്റ്റേഷനായാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു സംഭവത്തിൽ തുടങ്ങുകയും പിന്നീട് കഥയുടെ വർത്തമാനത്തിൽ വസന്ത്, ആരണ്യ എന്നീ കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നു. വീക്കെൻഡിൽ രണ്ടുപേരും കൂടെ ഒരു വില്ലയിൽ താമസിക്കാൻ പോകുന്നു. അവിടെ അടുത്തൊന്നും വേറെ ആരും അങ്ങനെ താമസമില്ല. അങ്ങനെ ആ ദിവസം ആ വീട്ടിലും ചുറ്റിലുമായി ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുന്നതും ആ മിസ്റ്ററി അന്വേഷിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ പ്രധാന ഫോക്കസ് പോയിന്റ് എന്നത്. നേരത്തെ സൂചിപ്പിച്ച കൊഹറൻസ് എന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ പ്രധാന സംഭവങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. ആ സ്പേസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും പ്രധാന മിസ്റ്ററിയും അതിനെ സോൾവ് ചെയ്യുന്നതുമൊക്കെ രസമുള്ള കാഴ്ചയായിരുന്നു. ഈ കൺഫ്യൂസ്ഡ് മൊമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നതും കൊള്ളാമെന്ന് തോന്നി. ആകെ ഒരു കല്ലുകടിയായി തോന്നിയത് ഇടയ്ക്കുള്ള ഈ സ്പൂൺ ഫീഡിംഗ് പരിപാടിയാണ്. ജീവ, പ്രിയ ഭവാനി ശങ്കർ എന്നിവരുടെ പ്രകടനങ്ങൾ, സാം CS-ന്റെ പശ്ചാത്തല സംഗീതം എന്നിവയും മികച്ചതായി അനുഭവപ്പെട്ടു. ഓവറോൾ ഒരു ഡീസന്റ് വാച്ച് തന്നെയാണ് ബ്ലാക്ക് എന്ന സിനിമ സമ്മാനിക്കുന്നത്. മൂന്നാമത്തെ ചിത്രം ലബ്ബർ പന്ത്. തമിഴിലെ ഈ വർഷത്തെ മികച്ച ചിത്രങ്ങളിലൊന്നായ വലിയ ഹിറ്റായി മാറിയ ലബ്ബർ പന്ത്. തമിഴരസൻ പച്ചമുത്തു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഹരീഷ് കല്യാൺ, അട്ടക്കത്തി ദിനേശ്, സ്വാസിക, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സ്പോർട്സ് ഡ്രാമയാണ്. ചുരുക്കി പറഞ്ഞാൽ തീർച്ചയായും കാണേണ്ടുന്ന സിനിമയാണ് ലബ്ബർ പന്ത്. നാടൻ ക്രിക്കറ്റ് കളിയിൽ തുടങ്ങി സൗഹൃദവും കുടുംബവും പ്രണയവും വാശിയുമൊക്കെ കഥയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് മുന്നിലേക്ക് വരുമ്പോഴും ഓരോ കഥാപാത്രങ്ങളുടെയും ഇമോഷൻസിനെ ഗംഭീരമായി സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ട്. അവരുടെയൊക്കെ സാഹചര്യങ്ങളെ കൺവിൻസിംഗ് ആയി കൊണ്ടുവരുമ്പോൾ ആ സ്പേസിൽ തന്നെ നമ്മളുമുള്ളൊരു ഫീലാണ്. ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയ ദിവസം തന്നെ ഞാൻ കണ്ടതാണ് ഈ സിനിമ. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും. ഇപ്പോഴും ഞാൻ പറയുന്ന സമയത്തും സിനിമയിലെ കുറേ മൊമെൻറ്റ്സ് ഇങ്ങനെ മനസ്സിൽ വന്നു നിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഒരു ഡെപ്ത് തന്നെയാണ്. പറയാൻ ശ്രമിച്ച കാര്യങ്ങളെ സംവിധാനം ആഴത്തിൽ തന്നെ പരിഗണിക്കുന്നുണ്ട്. ഫോർമാറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ടെംപ്ലേറ്റഡ് ആണെന്നൊക്കെ പറയാം. രണ്ട് മനുഷ്യരുടെ ഈഗോ എന്നതിലൊക്കെ കുറേ കഥകൾ നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട്. ആ സ്പേസിൽ നിന്ന് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രകടനത്തിലും എല്ലാവരും ഗംഭീരമായിരുന്നു. ഉറപ്പായും ഈ വർഷം കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഉറപ്പായും വരുന്ന സിനിമ. തിയേറ്ററിൽ മിസ്സായതിൻ്റെ ഒരു ചെറിയ വിഷമം മാത്രം. നിങ്ങളും കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ വഴികളൊന്നും കാണുന്നില്ല. വീണ്ടും ഒരു തമിഴ് ചിത്രമാണ്. ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്ന സട്ടം എൻ കയ്യിൽ. ചാച്ചി സംവിധാന ചിത്രത്തിൽ സതീഷ്, വിദ്യാപ്രദീപ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണ്. പാരലായ കുറച്ച് സംഭവങ്ങളും കുറച്ച് മിസ്റ്ററിയൊക്കെയായി കഥ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്താണ് ശരിക്കും സംഭവം എന്നുള്ള സൂചന വലുതായി തരാതെ മുന്നോട്ട് പോകുന്നതെങ്കിലും ഇത്തരം സിനിമകൾ കണ്ടിട്ടുണ്ട് എന്നതുകൊണ്ട് കാര്യങ്ങൾ എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയൊക്കെ വന്നിരുന്നെങ്കിൽ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളാമെന്ന് തോന്നിയേനെ. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ സംഭവം അത്ര ഏശിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കായേക്കാം. എനിക്കെന്തായാലും അങ്ങനെ വർക്കാവാതെ പോയൊരു സിനിമയാണ്. തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡപ്പ് ഇങ്ങനെ കുറേ ഉണ്ട്, പക്ഷേ ബാക്കി കാര്യങ്ങൾ ആ ലെവലിൽ എത്തിയില്ല എന്ന് മാത്രം. വീണ്ടും ഒരു തമിഴ് സിനിമയെക്കുറിച്ചാണ്. യോഗി ബാബു പ്രധാന വേഷത്തിലെത്തിയ സർവൈവൽ ഡ്രാമ ബോട്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഉള്ളൊരു കാലഘട്ടമാണ് സിനിമയിൽ പറയുന്നത്. ഒരു ഘട്ടത്തിൽ കുറച്ച് പേർക്കൊരു ബോട്ടിൽ കയറി രക്ഷപ്പെടേണ്ടി വരുന്നു. ദിവസങ്ങളോളം കടലിലിങ്ങനെ യാത്ര ചെയ്തേണ്ടി വരുമ്പോൾ
അവർ എങ്ങനെ അവിടുത്തെ കാര്യങ്ങളെ അതിജീവിക്കും, അവർക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കും. അങ്ങനെ ഒരു ബോട്ടിൽ തന്നെയാണ് കഥയുടെ ഭൂരിഭാഗം സംഭവങ്ങളും നടക്കുന്നത്. ആശയം നല്ലതായിരുന്നു, പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും റെലവൻ്റ് ആണ്. പക്ഷേ ആശയത്തിലെ ആ ഒരു രസം സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഒരൊറ്റ സ്പേസ് എന്ന് പറയുമ്പോൾ സംഭാഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സിനിമയെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് തന്നെ സംഭാഷണങ്ങളാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ പ്രേക്ഷകനെ പിടിച്ചിരുന്ന വിധത്തിൽ അത് കൊണ്ടുവന്നിട്ടില്ല. വൈകാരിക നിമിഷങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നല്ലാതെ അവസാനമാകുമ്പോൾ ഇങ്ങനെ കൈവിട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. അടുത്തത് എസ് ജെ സിനു സംവിധാനം ചെയ്ത് പ്രഭുദേവ പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രം പേട്ടറാപ്പ്. ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. വേദിക നായിക വേഷത്തെത്തിയ ചിത്രത്തിൽ സ്ക്രീനിലും അണിയറയിലും കുറേയേറെ മലയാളി സാന്നിധ്യമുണ്ട്. റിയാസ് ഖാൻ, കലാഭവൻ ഷാജോൻ, രാജീവ് പിള്ള എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ബാലസുബ്രഹ്മണ്യൻ എന്ന ബാലയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. തമിഴ് സിനിമയിൽ നല്ലൊരു വേഷത്തിൽ അഭിനയിക്കണം, ആക്ഷൻ ഹീറോ ആവണം, മികച്ച നടനാവണം എന്ന ആഗ്രഹത്തിൽ ഇങ്ങനെ അന്വേഷണത്തിൽ നടക്കുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ എവിടെയും എത്തുന്നില്ല. ഈ ഒരു യാത്രയിലെ അയാളുടെ സുഹൃത്തുക്കൾ, കുടുംബം, അവിചാരിതമായി കണ്ടുമുട്ടുന്നവർ, അങ്ങനെയൊക്കെയായി തമാശയും ആക്ഷനും കോമഡിയും ഒക്കെ ആയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കൃത്യമായൊരു കഥാപാത്ര നിർമ്മിതിയോ ഡെവലപ്പ് ചെയ്തൊരു കോൺഫ്ലിക്റ്റോ ഇല്ലാതെ തോന്നിയ വഴിക്ക് പോകുന്ന ഒരു സിനിമ എന്ന രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാതൽ എന്ന സിനിമയുടെ റെഫറൻസുമായി തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ എൻഗേജ് ചെയ്ത് നിർത്തുന്ന ഒരു കാര്യവുമില്ല. തമാശ കൊണ്ടുവരാനുള്ള മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് സംഭാഷണങ്ങൾ വരുമ്പോൾ തീർത്തും ശോകമാവുന്നുണ്ട്. അവസാനം പ്രഭുദേവയായി തന്നെ വരുന്നിടത്ത് ശരിക്കും എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പ്രതിസന്ധികൾ എന്ന നിലയിൽ ചിലയിടങ്ങളിൽ ട്രാക്കിലേക്ക് വരുമെന്ന് കരുതിയെങ്കിലും അതുകൊണ്ടായില്ല. തീർത്തും നിരാശപ്പെടുത്തിയൊരു സിനിമ. അവസാനമായി ഈ അടുത്ത് നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസായി വന്ന ഒരു ഹിന്ദി ചിത്രത്തെക്കുറിച്ചുകൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ നിർത്താൻ തോന്നുന്നു. നീരജ് പാണ്ഡെ കഥ എഴുതി സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന സിക്കന്ദർ കാ മുക്കദ്ദർ. അവിനാഷ് തിവാരി, ജിമ്മി ഷെർഗിൽ, തമന്ന തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ എത്തിയിരിക്കുന്നത്. വെനസ്ഡേ, സ്പെഷ്യൽ 26, ബേബി, MS ധോണിയൊക്കെ സംവിധാനം ചെയ്ത നീരജ് പാണ്ഡെ. ഞാൻ ഈ പറഞ്ഞ സിനിമകളെല്ലാം ഞാൻ തിയേറ്ററിൽ തന്നെ കാണുകയും നന്നായി എൻജോയ് ചെയ്തതാണ്. ചിലത് 2-3 തവണ കണ്ടിട്ടുണ്ട്. ഈ ചിത്രങ്ങളല്ലാതെ എഴുതിയതും നിർമ്മാണം നിർവഹിച്ചതും സംവിധാനം ചെയ്തതുമായ വേറെയും സിനിമകളുണ്ട്. ഇവിടെ പറയാൻ കാരണം ഈ സിനിമകളിലൊക്കെ കണ്ടിരുന്ന നീരജ് പാണ്ഡെ മിസ് ചെയ്യുന്ന അനുഭവമായിരുന്നു സിക്കന്ദർ കാ മുക്കദ്ദർ. ഹീസ്റ്റ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമ കൂടിയാണിത്. മുംബൈയിൽ നടക്കുന്ന ഒരു ജ്വല്ലറി എക്സിബിഷൻ, അവിടെ നടക്കുന്ന ഒരു വലിയ മോഷണം, പിന്നീട് അതിൻ്റെ അന്വേഷണം, അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യമുള്ളത്, എവിടെയും ബോറടിക്കുന്നൊന്നുമില്ല സിനിമ. കഥ എടുക്കുന്ന പല ഡൈവേർഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ എൻഗേജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയ്ക്കായിട്ട്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. നീരജ് പാണ്ഡെയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചിത്രങ്ങളുമായി നോക്കിയാൽ ഈ ചിത്രത്തിൻ്റെ ഗ്രാഫ് വളരെ താഴെയാണ്. കണ്ടു കഴിഞ്ഞാലും കാര്യമായി ഒന്നും ബാക്കിയില്ലാതെ പോയ ഒരു സിനിമയെന്ന് ചുരുക്കി പറയാം. ഈ സിനിമകളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.